ഇടുക്കി LDF ജില്ലാ കൺവീനർ സ്ഥാനത്ത് നിന്നും കെ ശിവരാമനെ നീക്കി CPI സംസ്ഥാന എക്സിക്യൂട്ടീവിന്റേതാണ് തീരുമാനം. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് EP ജയരാജന് പരാതി നൽകിയിരുന്നു. വിവരങ്ങളുമായി ആൽവിൻ തോമസ് ചേർന്ന് ഇടുക്കിയിൽ നിന്ന്. ആൽവിൻ, കഴിഞ്ഞ കുറച്ച് നാളുകളായി പാർട്ടിക്കെതിരെ പോലും പരസ്യമായി നിലപാട് പ്രഖ്യാപിക്കുന്നയാളാണ് കെ ശിവരാമൻ. പാർട്ടി മുഖപത്രത്തിനെതിരെ പോലും തന്റെ നിലപാട് വെട്ടിത്തുറന്ന് പറഞ്ഞയാളാണ് കെ ശിവരാമൻ. പുതിയ നീക്കങ്ങൾ എങ്ങനെയാണ് പാർട്ടിയുടെ? സംസ്ഥാന എക്സിക്യൂട്ടീവിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കെ ശിവരാമനെ ഇടുക്കി LDFന്റെ ജില്ലാ കൺവീനർ സ്ഥാനത്തു നിന്നാണ് നീക്കിയിരിക്കുന്നത്. പല വിഷയങ്ങളിലായി കെ ശിവരാമൻ പലപ്പോഴും അദ്ദേഹത്തിന്റെ സ്വന്തം നിലപാടുകൾ തുറന്നു പറയാറുണ്ട്. മുന്നണിയുടെ നിലപാടെന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹം അത് വ്യാഖ്യാനിക്കുന്നത്. പലപ്പോഴും അത് CPMനും മറ്റ് ഘടകകക്ഷികൾക്കും തലവേദനയാകാറുള്ള നിലപാടുകൾ തന്നെയാണെന്ന് വേണം നമുക്ക് ഈ കാലങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ, അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകളൊക്കെയും പലപ്പോഴും മുന്നണി മറ്റ് ഘടകകക്ഷികളായിട്ട് ഉള്ളവരെ വെട്ടിലാക്കുന്ന തരത്തിലാണ് സംസാരങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ഒടുവിൽ സംഭവിച്ചത് രണ്ടാം ബാർക്കോഴ സംഭവമാണ്. രണ്ടാം ബാർക്കോഴ വിവാദത്തെ തുടർന്ന് ഈ വിഷയങ്ങൾ പുറത്തു വന്നപ്പോൾ അത് മുന്നണിയാണ് തീരുമാനിക്കേണ്ടതെന്നും മദ്യനയം സർക്കാരിൻ്റെതാണെന്നും അത് ബാർ ഉടമകളല്ല തീരുമാനിക്കേണ്ടതെന്നുമുള്ള ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഇതിന് പിന്നിൽ ആരെങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്ന് കണ്ടെത്തണമെന്നും അന്ന് കെ ശിവരാമൻ അദ്ദേഹത്തിന്റെ പ്രതികരണമൊക്കെ നടത്തിയിരുന്നു. ഇങ്ങനെ പല ഘട്ടങ്ങളിലായി പ്രത്യേകിച്ച് ഭൂവിഷയങ്ങൾ, ഇടുക്കിയിലെ ഭൂവിഷയങ്ങൾ സംബന്ധിച്ച് എപ്പോഴും കയ്യേറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നുള്ള ഒരു ആവശ്യവുമായി അദ്ദേഹം എല്ലാ കാലത്തും തുറന്നു പറച്ചിൽ നടത്താറുണ്ട്. അത്തരത്തിൽ CPMന്റെ മുതിർന്ന നേതാവ് കൂടിയായ M മണിക്കെതിരെ പോലും പലപ്പോഴും കൊമ്പുകോർക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. അത്തരത്തിൽ പല ഘട്ടങ്ങളിൽ CPMുമായി നേരിട്ട് കൊമ്പുകോർക്കുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇടുക്കിയുടെ CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് LDFന്റെ സംസ്ഥാന കൺവീനർ EP ജയരാജന് ഇത്തരത്തിലൊരു പരാതി കൊടുത്തത്. കെ ശിവരാമന്റെ പല പ്രസ്താവനകളും ഘടകകക്ഷികൾക്ക് വേദന ഉണ്ടാക്കുന്ന തരത്തിലാണ് എന്ന തരത്തിലാണ് ആ ഒരു പരാതി പോരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് LDF കൺവീനർ EP ജയരാജൻ ബിനോയ് വിശ്വത്തെ ഇത് അതിർത്തി അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ കെ ശിവരാമനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുള്ളത്. ഇടുക്കി ജില്ലയുടെ LDF കൺവീനർ സ്ഥാനം ഇപ്പോൾ നൽകിയിരിക്കുന്നത് സലീം കുമാറിനാണ്. CPIയുടെ ജില്ലാ സെക്രട്ടറിയായ സലീം കുമാറിനാണ് ഇപ്പോൾ LDFന്റെ ജില്ലാ കൺവീനർ സ്ഥാനം നൽകിയിരിക്കുന്നത്. അത് അവർ പറയുന്നത് കൊല്ലം, പാലക്കാട് ജില്ലകളിലും ഇത്തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് CPI വിശദീകരിക്കുന്നത്. 2 അധികാര കേന്ദ്രങ്ങൾ വേണ്ട, ഒരു അധികാര കേന്ദ്രം എന്ന നിലയിൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ ഇടുക്കി ജില്ല അല്ലെങ്കിൽ ഏത് ജില്ലയിലെ ജില്ലാ സെക്രട്ടറിയാണോ ആ ജില്ലാ സെക്രട്ടറിക്ക് കൺവീനർ സ്ഥാനം, ഈ 3 ജില്ലകളിലാണ് CPI കൺവീനർ സ്ഥാനം വഹിക്കുന്നത്. കൊല്ലം, ഇടുക്കി, പാലക്കാട്, ഈ 3 ജില്ലകളിലെയും കൺവീനർ സ്ഥാനം ജില്ലാ സെക്രട്ടറിമാർക്ക് തന്നെ നിക്ഷിപ്തമാകുക എന്നതാണ് CPI നിലപാട് എന്നുള്ളതാണ് അവർ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഒരു പരസ്യ വിമർശനം തന്നെ കെ ശിവരാമനെതിരെ ബിനോയ് വിശ്വം നടത്തി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് CPMന്റെ പരാതിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നടപടി എന്നത് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത്. ശരി ആൽവിൻ.